അരിമ്പൂരിലെ വയോധികരായ കലാപ്രേമികൾക്ക് ആടാനും പാടാനുമുള്ള കൂട്ടായ്മയാണ് പാട്ടുവീട്. 50-നും 84-നും ഇടയിൽ പ്രായമുള്ള 60ഓളം പേരാണ് ഞായറാഴ്ചകളിൽ പാട്ടുവീട്ടിൽ ഒത്തുചേരുന്നത്. നാട്ടുകാരനായ കോണിശ്ശേരി സന്തോഷ് കുമാറിന്റെ വസതിയാണ് കലാപ്രേമികളായ വയോധികർ ഒത്തുചേരുന്ന പാട്ടുവീട്. പാട്ടും ആട്ടവുമായി ജാതി മത ഭേദങ്ങളില്ലാതെ കുറച്ച് വയോധികർ ഇവിടെ ഉല്ലാസം കണ്ടെത്തുകയാണ്. സിനിമാറ്റിക് ഡാൻസ് ആയാൽ പോലും പ്രായം മറന്നിവർ ചുവടുവയ്ക്കും. കഥാപ്രസംഗം, മിമിക്രി, ചിത്രരചന, കൈക്കൊട്ടിക്കളി, യോഗ തുടങ്ങിയവയെല്ലാം ഈ വേദിയിൽ നിറയും. ഞാനിവിടെ പാട്ട് പാടും, തബല വായിക്കും, ഹാർമോണിയം വായിക്കും, എല്ലാം എല്ലാവർക്കും നമുക്കൊരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ഞങ്ങൾ ഇത് യൂണിറ്റായിട്ട് നീങ്ങണം. എനിക്ക് RP എന്ന് പറയുന്ന രോഗമാണ്, ബ്ലൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു 2% മാത്രമേ കഴിച്ചു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉല്ലാസമാണ്, സുഖം, അല്ല സംഗീതം, സുഖം, സന്തോഷം, സജ്ജന സമ്പർക്കം, സമാധാനം. തബല കൊട്ടി പാടുന്ന കാഴ്ചശക്തി കുറഞ്ഞ ഹരി, ഹാർമോണിയത്തിൽ ഈണമിടുന്ന 84-കാരനായ ഗംഗാധരൻ, തബലവാദകനായ മുരളി, റിഥം പാഡുമായി കലാഭവൻ പ്രതീഷ് തുടങ്ങിയവരൊക്കെ ഈ കൂട്ടായ്മയിലെ നിറസാന്നിധ്യമാണ്. അരിമ്പൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ളവരാണ് പാട്ടുവീട്ടിൽ ഒത്തുകൂടുന്നത്. വീട്ടിലെ ഒറ്റപ്പെടലുകൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും ഇവിടെ എത്തിയാൽ അറുതിയാകും. തബല വായിക്കും, ഹാർമോണിയം വായിക്കും. ഇദ്ദേഹം ഒരു 10 കൊല്ലത്തോളം ഞാൻ ഇവിടെ നല്ല സുഖമായിട്ടുള്ള സ്ഥലം. എല്ലാവരും കുറെ എന്നെ പോലെ പ്രായമുള്ള കുറെ ആൾക്കാരോട് വരുന്നുണ്ട്. ഞായറാഴ്ചകളിലാണ് പാട്ടുവീട് സജീവമാകാറുള്ളത്. മറ്റു ദിവസങ്ങളിൽ പരിശീലനത്തിനും ആളുകൾ എത്താറുണ്ട്. കഴിഞ്ഞ വർഷം വരെ മറ്റൊരിടത്തായിരുന്നു ഈ കൂട്ടായ്മ ഒത്തുചേർന്നിരുന്നത്. അവിടെ നിന്ന് മാറേണ്ടി വന്നപ്പോൾ കൂട്ടായ്മയുടെ സെക്രട്ടറി ആയിരുന്ന സന്തോഷ് കുമാറും ഭാര്യ സിമിയും തങ്ങളുടെ വസതി വേദിയാക്കി കൂട്ടായ്മ നിലനിർത്തുകയായിരുന്നു. സംഘടനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഏറെ ആൾക്കാർ, വയോജനങ്ങൾ, അമ്മമാരും നമ്മുടെ സഹോദരങ്ങൾ, ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരെയായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരേണ്ടി വന്നു. എൻ്റെ ഭാര്യയും ഞാനും മാത്രമേ ഇവിടെയുള്ളൂ. മക്കൾ രണ്ടും വിദേശത്താണ്. അന്നു മുതൽ ഈ ഗ്രൂപ്പിന് വേണ്ടി എൻ്റെ വീട് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും അവർ ഉച്ച മുതൽ 2 മണി മുതൽ രാത്രി 9 മണി വരെ ഇവിടെ ഉണ്ട്. മാത്രമല്ല വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രോഗ്രാമുകൾ ഇവിടെ രാപ്പകൽ എന്നോ വ്യത്യാസമില്ലാതെ രാത്രി ഏറെ വൈകിയും, പ്രത്യേകിച്ച് ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം, വിഷു ഇങ്ങനെയുള്ള വ്യത്യസ്തമായ എല്ലാ പരിപാടികളിലൊക്കെ ഇവിടെ ഒത്തുചേർന്ന് അവർ ആഘോഷിക്കാറുണ്ട്. പിണക്കങ്ങളോ പരിഭവങ്ങളോ ഇല്ലാതെ ജീവിതത്തിന്റെ സായന്തന സുന്ദരവേളകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നെഞ്ചേറ്റുകയാണ് ഈ കൂട്ടായ്മ. TCV